ഇന്ന് നമ്മളെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നോർത്തേൺ സൈഡിലേക്ക് പോകുന്നത്. താജിൽ നിന്നാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പോകുന്ന റോഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഇത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പരിചയമുണ്ടാവും. നമ്മളുടെ ഒരു ഹിന്ദി മൂവിയില്ലേ, ഡിയർ സിന്ദഗി പറഞ്ഞിട്ട്, ആ മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ നിറയെ തെങ്ങ് നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അവിടെ എത്തുന്തോറും നമുക്ക് ഇങ്ങനെ അയ്യോ ഇതെന്തത് ആകെ ആൾക്കാരാണല്ലോ, തിരക്ക് കാണാം കേട്ടോ. ഇവിടെ നല്ല ഇങ്ങനെ പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇവിടെ എന്തോ പാർക്കിംഗ് പാടില്ല പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് 2 വീലർ എടുത്തിട്ട് വരുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത്. നമ്മളിപ്പോൾ കാറിലായതുകൊണ്ട് പിന്നെ സൈഡാക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ടും ഇറങ്ങുന്നില്ല. പിന്നെ ഇവിടെ നിറയെ പേര് ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അഞ്ജുന ബീച്ചിലാണ് നിൽക്കുന്നത്. ഇത് നോർത്ത് ഗോവയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ആക്റ്റീവ് ബീച്ചസ് ആണ്. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും തന്നെ നമ്മളോട് ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങുക ഏത് ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്, കപ്പിൾസ് ആയിട്ടാണോ എങ്ങനെയാണോ ഒക്കെ. പിന്നെ അതല്ല, നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ സൈഡിൽ. ഇവിടെ കുറച്ചും കൂടി നമുക്ക് മറ്റ് ബീച്ചുകളെക്കാട്ടും തിരക്ക് തോന്നും. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ബീച്ചിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബീച്ചിലേക്ക് വരുന്ന വഴിക്കൊക്കെ നിറയെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി കാണാൻ പറ്റും. പിന്നെ നിറയെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ അഞ്ജുന ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. രാത്രിയിലാണ് ആക്റ്റീവ് ആവുക. ഇപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കാം. ഇതാണ് അഞ്ജുന ബീച്ച്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. നമ്മൾ ബീച്ചൊക്കെ കണ്ടങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബീച്ച് ബ്രൈഡിങ് ചെയ്യുന്ന ഒരു ചേച്ചീനെ കണ്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബീച്ച് ബ്രൈഡിങ് ചെയ്ത് തരും. ഒരു സൈഡ് ചെയ്യാൻ 150 രൂപ പറയണേ. കുറച്ച് കോസ്റ്റ്ലിയാണ്. നമുക്ക് കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അവരത് ഇങ്ങനെ മുടഞ്ഞു തരും തലയിൽ. പിന്നെ കളറൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പല പാറ്റേണും ഒക്കെ അവർ കാണിച്ചു തരും. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാർഗെയിൻ ചെയ്താൽ കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെന്താ, അവരൊരു ഭാഗം കെട്ടിയപ്പോൾ തന്നെ അടുത്ത ഭാഗം കൂടി ചെയ്താൽ ഭംഗി ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കിയിരുന്നു. പിന്നെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ 150 കൂടുതൽ വെച്ചിട്ട് പിന്നെ വേണ്ട വിചാരിച്ചു. ഇപ്പം നമ്മളുള്ളത് ചെപ്പോറോ ഫോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ചെപ്പോറോ ഫോർട്ട് പറയുന്നത് കുറച്ച് ഉയരമുള്ള സ്ഥലത്താട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് താഴെയാണ്. അവിടുന്ന് കുറച്ച് അത്യാവശ്യം നടക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോയാലാണ് ആ വ്യൂ കാണാൻ പറ്റുള്ളൂ. നമ്മളിതാ ഈ ചെപ്പോറോ ഫോർട്ടിന് അങ്ങോട്ട് പോകുന്നത് ഏകദേശം ഒരു നട്ടുച്ച സമയമാണ്. നല്ല വെയിലുണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റീപ്പുമാണ് ഇവിടെ കയറാനായിട്ട്. എന്താ ഒരാൾ നോക്കൂ, കിതച്ച് വയ്യാതായി നിൽക്കുക. കയറാനുള്ള ആവേശമൊക്കെ പകുതി കയറിയപ്പോഴേക്കും പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെപ്പോറോ ഫോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. ഇവിടുന്ന് നേരെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ കുറേ മതിൽ പോലെ ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഇവിടെ പല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ ആ അറ്റത്തൊക്കെ ആയിട്ട് നമുക്ക് എന്താ ബീച്ച് കാണാൻ പറ്റും. ഇത് വാഗറ്റോർ എന്ന് പറയുന്ന ബീച്ചാട്ടോ. പിന്നെ ഇതിലേക്ക് എന്തോ ചെപ്പോറോ റിവർ വന്ന് ജോയിൻ ചെയ്യുന്നതും ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്ന് പറയും. ഇതാണ് വാഗറ്റോർ ബീച്ച്. ഈ ഫോട്ടോ ഫേമസ് ആവാനുള്ളൊരു കാരണം ദിൽ ചാഹതാ ഹൈ മൂവിയുടെ ഈ സീനില്ലേ, അത് ഈ ഫോട്ടോയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത് കുറച്ചും കൂടി ഒന്ന് കമേഴ്ഷ്യലൈസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ലോണം ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആരംബോൾ ബീച്ചാണ്. ഇവിടെ ഞങ്ങൾ ഒരു സ്ഥലം കൂടി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു ആക്ച്വലി. ക്വേറിയം ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ. പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവുമോ റിട്ടേൺ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് കാരണം പിന്നെ അത് സ്കിപ്പ് ചെയ്തു. അവിടെ ഒരു കേവ് ഉണ്ട്, ക്വേറിയം കേവ്. അത് നല്ല ലൊക്കേഷനാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ടൈഡും ഇതൊക്കെ നോക്കിയിട്ട് വേണം അവിടെ പോകാൻ, അല്ലെങ്കിൽ അവിടെ അലൗ ചെയ്യില്ല. ബാക്കി ബീച്ചസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചത്, ഇവിടെ കണ്ടോ അവിടെ ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. ബാക്കി സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ബാക്കിയുള്ള ബീച്ചസിലൊക്കെ കണ്ട പോലെ തന്നെ ഇവിടെ. പിന്നെ സൺസെറ്റിന് നല്ലൊരു ബീച്ചാണ്, നല്ല വൈഡുമാണ് ബീച്ച്. പിന്നെ ആൾക്കാരും കുറവാണ്. അപ്പോൾ സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം.
നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്തി. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഒരു സിവ സൂട്ട്സ് ആണ്. ഈ അഞ്ജുന റിവറിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. പിന്നെ ഇവിടുത്തെ ഫുഡും അത്യാവശ്യം നല്ലത് തന്നെയാണ്. സീ ഫുഡിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയേക്കാം. ഇന്നത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കാലാവസ്ഥയൊക്കെ നന്നായിരുന്നു. അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് കുറച്ച് ടയേർഡായി ഇന്ന് കവർ ചെയ്തപ്പോൾ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നാളെ യാത്ര ചെയ്യുന്നത് നോർത്തേൺ സൈഡിലെ ബാഗ ബീച്ച്, സിംഗ്വരീം ഫോർട്ട്, അങ്ങനെ 2-3 ഫോർട്ടും ബീച്ചൊക്കെ കവർ ചെയ്യാമെന്ന് നാളെ വിചാരിക്കുന്നത്.